ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് എം എസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പേഴ്സൻറ്റേജ് ആണ്. നമുക്കറിയാം മാത്സിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ. എന്തായാലും നോർമലി എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ മാത്സ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. പേഴ്സൻറ്റേജിൻ്റെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ. അതിലൊരു 8 മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീണ്ടും കുറച്ച് മോഡലൂടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. 9ാമത്തെ മോഡലാണ്. ആദ്യത്തെ 8 മോഡൽ എന്തായാലും ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഒന്ന് കാണുക. അതിന് ശേഷം 9ാമത്തെ മോഡൽ നോക്കുക. ഇതിൽ ഞാൻ ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉത്തരം അറിയുമെങ്കിൽ ആദ്യം തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. എൻ്റെ ആൻസർ നോക്കുന്നതിന് മുന്നേ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ഒരാളുടെ വരുമാനം 10% വർദ്ധിപ്പിച്ചു. സ്ഥാപനത്തിന് ആദ്യം വന്നപ്പോൾ 10% കുറച്ചു എങ്കിൽ അയാളുടെ വരുമാനത്തിൽ എത്ര ശതമാനത്തിൻ്റെ കുറവുണ്ടാവും? ഓപ്ഷൻ എ 1.1% കുറവ്, ഓപ്ഷൻ ബി 2% കൂടുതൽ, ഓപ്ഷൻ സി 3% കുറവ്, ഓപ്ഷൻ ഡി 1% കുറവ്. നിങ്ങൾക്ക് ആൻസർ അറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. എന്തായാലും ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. ആദ്യം 10% വർദ്ധിപ്പിച്ചു, പിന്നീട് 10% കുറച്ചു. ഒരു സംഖ്യയിൽ X% വർദ്ധിപ്പിക്കുകയും തുടർന്ന് X% കുറയ്ക്കുകയും ചെയ്താൽ സംഖ്യയിൽ X² 100% കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരാളുടെ വരുമാനം 10% വർദ്ധിപ്പിച്ചു. സ്ഥാപനത്തിന് ആദ്യം വന്നപ്പോൾ 10% കുറച്ചു എങ്കിൽ അയാളുടെ വരുമാനത്തിൽ എത്ര ശതമാനത്തിന്റെ കുറവുണ്ടാവും? ഇപ്പൊ 10% അല്ലേ. അപ്പോൾ 10² 100% എന്തായിരിക്കും? കുറവായിരിക്കാം. That is equal to 100/100. That's equal to 1% കുറവ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി. ആൻസർ കിട്ടിയവർ നേരത്തെ കമന്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെയിം മോഡലിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ബസ് ടിക്കറ്റ് നിരക്ക് 30% വർദ്ധിച്ചപ്പോൾ യാത്രക്കാരുടെ എണ്ണത്തിൽ 30% കുറവുണ്ടായെങ്കിൽ വരുമാനത്തിൽ എത്ര ശതമാനത്തിൻ്റെ കുറവുണ്ടാകും? ഓപ്ഷൻ എ 10% കൂടുതൽ, ഓപ്ഷൻ ബി 10% കുറവ്, ഓപ്ഷൻ സി 9% കുറവ്, ഓപ്ഷൻ ഡി 11% കൂടുതൽ. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു സംഖ്യയുടെ X% കൂടുകയും പിന്നീട് X% കുറയുകയും ചെയ്താൽ സംഖ്യയിൽ X² 100% എന്തായിരിക്കും? കുറവായിരിക്കുമെന്ന് അല്ലേ. അപ്പൊ സെയിം തന്നെയാണ് ക്വസ്റ്റ്യനിലുള്ളത്. ആദ്യം ബസ് ടിക്കറ്റ് നിരക്ക് 30% വർദ്ധിപ്പിച്ചു, പിന്നീട് 30% കുറവുണ്ടായെങ്കിൽ വരുമാനത്തിൽ എത്ര ശതമാനത്തിന്റെ കുറവുണ്ടാവും? 30%. സോ 30² 100 that is equal to 100%.
30 സ്ക്വയർ എന്ന് പറയുമ്പോൾ 920 ദാറ്റ്സ് ഈക്വൽ ടു 9% കുറവുണ്ടാവും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരേ മോഡലിലുള്ള 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. എന്തായാലും നോക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് 10ാമത്തെ മോഡലാണ്. എന്തായാലും ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യ 20% വർദ്ധിപ്പിച്ച ശേഷം 10% കുറച്ചു എങ്കിൽ സംഖ്യയിൽ എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസം ഉണ്ടാകും? ഓപ്ഷൻ എ 5%, ഓപ്ഷൻ ബി 8%, ഓപ്ഷൻ സി 6%, ഓപ്ഷൻ ഡി 7%. എന്തായാലും നമുക്ക് ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി ആൻസർ നോക്കാം. ഒരു സംഖ്യ 20% വർദ്ധിപ്പിച്ച ശേഷം 10% കുറച്ചു എങ്കിൽ സംഖ്യയിൽ എത്ര ശതമാനത്തിന്റെ വ്യത്യാസം ഉണ്ടാവും? ഇത് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഫോർമുല ഉണ്ട്. ഒരു ഇക്വേഷന്റെ ഫോർമുലയ്ക്ക് നമുക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. എന്തായാലും ഞാൻ ഇതിൽ ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇക്വേഷൻ ഞാൻ പറയാം. ഒരു സംഖ്യയുടെ A% കൂടുകയും തുടർന്ന് B% കുറയുകയും ചെയ്താൽ ആദ്യ സംഖ്യയിൽ A മൈനസ് B മൈനസ് AB by 100% മാറ്റം ഉണ്ടാവും. ഇങ്ങനെ ഈ ക്വസ്റ്റിനെ നമ്മൾ ഇക്വേഷനിൽ സബ്മിറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് ഒരു എളുപ്പവഴിയിലൂടെയാണ്. അതായത് ക്വസ്റ്റ്യനിൽ ഒരു സംഖ്യ 20% വർദ്ധിപ്പിച്ചു. അതായത് നമ്മൾ എപ്പോഴും എന്താണ് 100%ലാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പൊ 20% വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ 100 പ്ലസ് 20 അപ്പൊ 120 ദെൻ ഇതിന്റെ 10% കുറച്ചു. 120ന്റെ 10% എന്ന് പറയുമ്പോൾ 12. അപ്പോൾ കുറച്ചു എന്നാണ്. അപ്പോൾ മൈനസ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 108. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്തു. നമ്മൾ എന്താ ചെയ്യുക? എപ്പോഴും പെർസെൻറ്റേജ് കാണുമ്പോൾ 100 എന്നായിരിക്കും, 100 വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ 108 മൈനസ് 100. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 8%. എത്ര എളുപ്പമാണോ അല്ലേ? ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്മിറ്റ് ചെയ്ത് ഇത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഡയറക്റ്റ് നമുക്ക് എന്താണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അത് സബ്മിറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര പെട്ടെന്ന് ആൻസർ കിട്ടിയത് അല്ലേ? ഇപ്പൊ 8%. ഓപ്ഷൻ ബി. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ, സെയിം മോഡലിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു അലമാരയുടെ വില 50% വർദ്ധിപ്പിച്ച ശേഷം 20% കുറയ്ക്കുമെങ്കിൽ അലമാരയുടെ വിലയിൽ എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ടാവും? ഓപ്ഷൻ എ 10%, ഓപ്ഷൻ ബി 15%, ഓപ്ഷൻ സി 1%, ഓപ്ഷൻ ഡി 20%. നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി ആൻസർ നോക്കാം. ആദ്യം അലമാരയുടെ വില 50% വർദ്ധിപ്പിച്ച ശേഷം പിന്നീടാണ് 20% കുറയ്ക്കുന്നത് എങ്കിൽ വിലയിൽ എത്ര ശതമാനം മാറ്റമുണ്ടാവുന്നതാണ്. നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. എ മൈനസ് ബി മൈനസ് AB by 100% മാറ്റം ഉണ്ടാവുമെന്ന്. നമുക്ക് എളുപ്പവഴിയും നോക്കാം, ഇക്വേഷനിലിട്ടിട്ടും ചെയ്യാം. എളുപ്പവഴി എന്ന് പറയും ഇക്വേഷനിലിട്ടിട്ട് ആദ്യം ചെയ്യാം അല്ലേ? ആദ്യം നമ്മൾ എളുപ്പവഴി ഓൾറെഡി ചെയ്തു. ഇക്വേഷനിലിട്ട് നോക്കാം.
എ എന്ന് പറയുന്നത് 50% വർദ്ധിപ്പിച്ചത്. അപ്പൊ 50 മൈനസ് പിന്നീട് എത്രയാ കുറയ്ക്കുന്നത്? 20%. അപ്പൊ 20 മൈനസ് 50 ഇൻറ്റു 20/100. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 20% എന്ന് കിട്ടും. സോൾവ് ചെയ്യാം. -10/100. ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. by 100 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2000/100. ദാറ്റ്സ് ഈക്വൽ ടു 20%. ഇനി നമ്മൾ പറഞ്ഞത് ഷോർട്ട് കട്ട് ഫോം ആണ്. അതിലെന്തായിരുന്നു? ആദ്യം 50% വർദ്ധിപ്പിച്ചു. അപ്പൊ 100 അതിൻ്റെ കൂടെ ഒരു 50% വർദ്ധിപ്പിച്ചു. അപ്പൊ 150 അല്ലേ? ഈ 150 20% കുറച്ചു. 150ന്റെ 20% എന്ന് പറയുന്നത് 30. അപ്പൊ നമുക്ക് 120 എന്ന് കിട്ടി. ഞാൻ ഓൾറെഡി പറഞ്ഞു പെർസെൻറ്റേജ് നമ്മൾ 100%ലാണ് കാണുന്നത്. അപ്പൊ 120 മൈനസ് 100 ദാറ്റ്സ് ഈക്വൽ ടു 20%. നമ്മൾ അത്രയും ക്രോസ് മൾട്ടിപ്ലിക്കേഷനും ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് ഈ ഒരു ഫോർമാറ്റ്. എന്തായാലും രണ്ടും നോക്കി വെക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് ഓപ്ഷൻ ഡി ആണ്. എന്തായാലും ഈ ഒരു മോഡൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത മോഡലിലേക്ക് കിടക്കാം. 11ാമത്തെ മോഡലാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ടി വിയുടെ വില 20% വർദ്ധിപ്പിച്ചു. ഡിമാൻഡ് കൂട്ടിയപ്പോൾ വീണ്ടും 10% വർദ്ധിപ്പിച്ചു. എങ്കിൽ ടി വിയുടെ വിലയിൽ എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ടാവും? ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 32%, ഓപ്ഷൻ ബി 11%, ഓപ്ഷൻ സി 10%, ഓപ്ഷൻ ഡി 2%. ക്വസ്റ്റ്യൻ കാണുമ്പോൾ പ്രീവിയസ് മോഡൽ പോലെ തന്നെ തോന്നുന്നുണ്ട് അല്ലേ? ഇതിൽ പക്ഷേ വിലയിൽ വർധനവാണ്. വിലയിൽ കുറവുണ്ടാവുന്നില്ല, വർധനവാണ്. ഏകദേശം ഇതിന് മുന്നേ ചെയ്ത മോഡൽ പോലെ തന്നെയാണ്. എന്തായാലും നമുക്ക് ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. ടി വിയുടെ വില 20% വർദ്ധിപ്പിച്ചു. പിന്നീട് ഡിമാൻഡ് കൂട്ടിയപ്പോൾ വീണ്ടും 10% വർദ്ധിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് A+. ഇവിടെ കുറവേ ഇല്ല, വർദ്ധിപ്പിക്കലാണ്. 2 പ്രാവശ്യം വർധനവാണ്. അപ്പൊ A+B പ്ലസ് AB/100%. ഇത്രയും പെർസെൻറ്റേജിലായിരിക്കും മാറ്റം ഉണ്ടാവുക. ഇതിൻ്റെ തന്നെ ഷോർട്ട് ഫോം നമുക്ക് യൂസ് ചെയ്ത് ചെയ്യാം. നമ്മളെപ്പോഴും 100% ആയിരിക്കും എടുക്കുക. അതിൽ ആദ്യം 20% വർദ്ധിപ്പിച്ചു. അപ്പൊ 120. വീണ്ടും 120ന്റെ 10% വർദ്ധിപ്പിച്ചു. അപ്പോൾ 120ന്റെ 10% എന്ന് പറയുന്നത് 12. അപ്പൊ നമുക്ക് 132 എന്ന് കിട്ടി. വിലയിലുണ്ടായ ആ പെർസെൻറ്റേജിന്റെ മാറ്റം എന്ന് പറയുന്നത്, വ്യത്യാസം എന്ന് പറയുന്നത് 132 മൈനസ് 100 ദാറ്റ്സ് ഈക്വൽ ടു 32%. ഓപ്ഷൻ എ ആണ് ആൻസർ. എന്തായാലും സെയിം മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം.
സെയിം മോഡലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. രവിയുടെ വരുമാനം ആദ്യം 20% പിന്നീട് 5% വർദ്ധിപ്പിച്ചുവെങ്കിൽ രവിയുടെ വരുമാനത്തിൽ എത്ര ശതമാനത്തിൻ്റെ വർധനവുണ്ടാവും? സെയിം മോഡലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 26%, ഓപ്ഷൻ ബി 25%, ഓപ്ഷൻ സി 60%, ഓപ്ഷൻ ഡി 17%. എന്തായാലും നമുക്ക് ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി ആൻസർ നോക്കാം. രവിയുടെ വരുമാനം ആദ്യം 20% വർദ്ധിപ്പിച്ചു, പിന്നീട് 5% വർദ്ധിപ്പിച്ചു. രവിയുടെ വരുമാനത്തിൽ എത്ര ശതമാനത്തിന്റെ വർധനവുണ്ടാവും? നമ്മൾ ഇക്വേഷൻ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു. രണ്ടും വർധനവാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100%. ഇപ്പോൾ എ എന്ന് പറയുന്നത് 20 ബി 5 പ്ലസ് 20 ഇൻറ്റു 5 ബൈ 100%. ദാറ്റ്സ് ഈക്വൽ ടു 25 പ്ലസ് 100 ബൈ 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 പ്ലസ് 1. ദാറ്റ്സ് ഈക്വൽ ടു 26%. ആൻസർ ഓപ്ഷൻ എ ആണ്. എന്തായാലും എല്ലാവർക്കും ഈ മോഡൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത മോഡലിലേക്ക് കിടക്കാം. 12ാമത്തെ മോഡലാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ 40% ഭാര്യയ്ക്കും 30% ഭക്ഷണത്തിനും 20% മകൾക്കും നൽകി. ബാക്കി അദ്ദേഹത്തിൻ്റെ കൈവശം 2000 രൂപയുണ്ടെങ്കിൽ അയാളുടെ വരുമാനം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 20,000, ഓപ്ഷൻ ബി 30,000, ഓപ്ഷൻ സി 50,000, ഓപ്ഷൻ ഡി 10,000. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ 40% ഭാര്യയ്ക്ക് കൊടുത്തു, 30% ഭക്ഷണത്തിന് വേണ്ടി യൂസ് ചെയ്തു, 20% മകൾക്ക് നൽകി. അപ്പൊ മൊത്തം 40 പ്ലസ് 30 പ്ലസ് 20, 90%. അയാളുടെ വരുമാനത്തിന്റെ 90% അയാൾ ചെലവാക്കി കഴിഞ്ഞു. ബാക്കി എന്ന് പറയുന്നത് 100 മൈനസ് 90, ദാറ്റ്സ് ഈക്വൽ ടു 10%. അയാളുടെ കയ്യിൽ ഇപ്പൊ ആകെ 10% ഉള്ളത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ബാക്കി 2000 രൂപയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പൊ ഈ 10% എന്ന് പറയുന്നത് 2000 രൂപയ്ക്ക് ഈക്വൽ ആണല്ലോ. ബാക്കി പെർസെന്റേജിൽ പറയുമ്പോൾ നമുക്ക് ബാക്കി അയാളുടെ കയ്യിലുള്ളത് 10%. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ 2000 രൂപ ബാക്കിയുണ്ടെന്ന്. അപ്പൊ നമുക്ക് അതിന്റെ 1% കണ്ടുപിടിക്കാം. ദാറ്റ്സ് ഈക്വൽ ടു 2000 ബൈ 10 ഇൻറ്റു 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 20,000 രൂപ. അതാണ് 20,000 രൂപ. അതാണ് അദ്ദേഹത്തിന്റെ വരുമാനം. മൊത്തം വരുമാനം എന്ന് പറയുന്നത് 20,000 രൂപ. ഒന്നുകൂടെ പറയാം. 40% ഭാര്യയ്ക്ക് കൊടുത്തു, 30% ഭക്ഷണത്തിന് യൂസ് ചെയ്തു, 20% മകൾക്ക് നൽകി. മൊത്തം 90% ചെലവാക്കി. ബാക്കി ശതമാനം എന്ന് പറയുന്നത് 10%.
നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൈവശം 2000 രൂപ ഉണ്ടെന്ന്. അത് എന്ന് പറയുന്നത് ഈ 10% ഈക്വൽ ആണല്ലോ. 10% എന്ന് പറയുന്നത് 2000 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ 1% കണ്ടുപിടിച്ചാൽ അദ്ദേഹത്തിന്റെ വരുമാനം എത്രയാണെന്ന് നമുക്ക് കിട്ടും. ഇപ്പൊ 1% ഈക്വൽ ടു 20,000 രൂപയെന്ന് കിട്ടി. ഇപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സെയിം മോഡലിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ അയാളുടെ വരുമാനത്തിന്റെ 40% ഭാര്യയ്ക്കും 30% മകൾക്കും നൽകി. ബാക്കി അദ്ദേഹത്തിന്റെ കൈവശം 3000 രൂപ ഉണ്ടെങ്കിൽ അയാളുടെ വരുമാനം എത്ര? ഓപ്ഷൻ എ 10,000, ഓപ്ഷൻ ബി 20,000, ഓപ്ഷൻ സി 13,000, ഓപ്ഷൻ ഡി 15,000. എന്തായാലും നമുക്ക് ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. സെയിം മോഡൽ, ആദ്യത്തെ സെയിം മോഡലാണ്. ഒരാൾ അയാളുടെ വരുമാനത്തിന്റെ 40% ഭാര്യയ്ക്ക് നൽകി, 30% മകൾക്കും നൽകി. ബാക്കി അയാളുടെ കൈവശം 3000 രൂപയുണ്ട്. അപ്പൊ മൊത്തം അയാള് 70% ചിലവാക്കി. ബാക്കി എന്ന് പറയുന്നത് 100 മൈനസ് 70, ദാറ്റ്സ് ഈക്വൽ ടു 30% കൈവശമുണ്ട്. ആ 30% എന്ന് പറയുന്നത് 3000 രൂപയ്ക്ക് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രീവിയസ് ചെയ്ത പോലെ തന്നെ അതിന്റെ 1% കണ്ടുപിടിച്ചാൽ മതി. 1% ഈക്വൽ ടു 3000/30 ഇൻറ്റു 100. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? 10,000 എന്ന് കിട്ടി. എളുപ്പമാണ് അല്ലേ? എന്തായാലും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു മോഡല്. അടുത്തൊരു മോഡലിലേക്ക് കിടക്കാം. അടുത്തത് 13ാമത്തെ മോഡലാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പരീക്ഷയിൽ 50% പേർ ഇംഗ്ലീഷിനും 40% മലയാളത്തിലും 10% പേർ 2 വിഷയങ്ങൾക്കും വിജയിച്ചു. എങ്കിൽ 2 വിഷയങ്ങൾക്കും പരാജയപ്പെട്ടവർ എത്ര ശതമാനം? ഓപ്ഷൻ എ 10%, ഓപ്ഷൻ ബി 11%, ഓപ്ഷൻ സി 20%, ഓപ്ഷൻ ഡി 15%. എന്തായാലും നമുക്ക് ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. 50% പേര് ഇംഗ്ലീഷിനും 40% പേര് മലയാളത്തിനും 10% പേർ ബോത്ത് 2 വിഷയങ്ങൾക്കും വിജയിച്ചു. അങ്ങനെയെങ്കിൽ നമുക്ക് വിജയിച്ചവരുടെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാം. ഈ ഇതിൽ നിന്ന് വിജയിച്ചവരുടെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാം. ദാറ്റ്സ് ഈക്വൽ ടു വിജയിച്ചവർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇംഗ്ലീഷിന് 50%, മലയാളത്തിന് 40%. രണ്ടിനും കൂടെ വിജയിച്ചത് 10%. ഇതിന്ന് ഈ 10% മൈനസ് ചെയ്താല് വിജയിച്ചവരുടെ ശതമാനം കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 80% എന്ന് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ 2 വിഷയങ്ങൾക്കും പരാജയപ്പെട്ടവർ എത്ര ശതമാനമാണ്? നമ്മൾ എപ്പോഴും പേഴ്സൻറ്റേജ് 100ലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വിജയിച്ചവരുടെ പേഴ്സൻറ്റേജ് 80% ആണെങ്കിൽ നമുക്കറിയാം പരാജയപ്പെട്ടവർ എന്തായിരിക്കും? 20% ആയിരിക്കും. അതായത് 100 മൈനസ് 80, ദാറ്റ് ഈസ് ഈക്വൽ ടു 20%. ഇത്രയും പേര് 2 വിഷയങ്ങൾക്കും പരാജയപ്പെട്ടു. ഈ ഒരു മോഡൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ വീണ്ടും ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം.
സെയിം മോഡലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പരീക്ഷയിൽ 40% കുട്ടികൾ കണക്കിനും 30% കുട്ടികൾ മലയാളത്തിനും വിജയിച്ചു. 10% കുട്ടികൾ 2 വിഷയങ്ങൾക്കും വിജയിച്ചു. എങ്കിൽ 2 വിഷയങ്ങൾക്കും പരാജയപ്പെട്ടവർ എത്ര ശതമാനം? ഓപ്ഷൻ എ 40%, ഓപ്ഷൻ ബി 25%, ഓപ്ഷൻ സി 10%, ഓപ്ഷൻ ഡി 15%. എന്തായാലും നമുക്ക് ആൻസർ നോക്കാം. സെയിം മോഡലുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ആൻസർ നോക്കാം. ഇതിലും നമുക്ക് ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഒരു പരീക്ഷയിൽ 40% കുട്ടികൾ കണക്കിന് വിജയിച്ചു. അതുപോലെ തന്നെ 30% കുട്ടികൾ മലയാളത്തിനും വിജയിച്ചു. രണ്ട് വിഷയങ്ങൾക്കും വിജയിച്ചത് 10%. അപ്പൊ നമുക്ക് ആകെ വിജയിച്ചവര് എത്രയാണെന്ന് നോക്കാം, എത്ര ശതമാനമാണെന്ന്. ഇതിൽ നിന്ന് നമുക്ക് വിജയിച്ചവർ 40 പ്ലസ് 30 മൈനസ് ഈ രണ്ടിലും വിജയിച്ചവര് 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 70 മൈനസ് 10 60%. പരാജയപ്പെട്ടവർ നമുക്ക് വിജയിച്ചവർ എത്രയാണെന്ന്, എത്ര ശതമാനമാണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ പരാജയപ്പെട്ടവർ 100 മൈനസ് വിജയിച്ചവരുടെ പെർസെൻറ്റേജ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 40%. ആൻസർ ഓപ്ഷൻ എ ആണ്. ഈ ഒരു മോഡല് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത മോഡലിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 14ാമത്തെ മോഡലാണ്. പെർസെൻറ്റേജിലെ ലാസ്റ്റ് മോഡൽ കൂടിയാണ്. ഇനി വരും ദിവസങ്ങളിൽ പെർസെൻറ്റേജിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ 14 മോഡലിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. എന്തായാലും ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു നഗരത്തിലെ ജനസംഖ്യ 10% നിരക്കിൽ വർഷം തോറും കൂടുന്നു. ഇപ്പോൾ 10,000 പേരുണ്ടെങ്കിൽ 2 വർഷം കഴിയുമ്പോഴുള്ള ജനസംഖ്യ എത്ര? ഓപ്ഷൻ എ 12,100, ഓപ്ഷൻ ബി 15,000, ഓപ്ഷൻ സി 12,000, ഓപ്ഷൻ ഡി 60,000. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. ഒരു നഗരത്തിലെ ജനസംഖ്യ 10% നിരക്കിൽ വർഷം തോറും കൂടുന്നു. ഇപ്പോൾ 10,000 പേരുണ്ടെങ്കിൽ 2 വർഷം കഴിയുമ്പോഴുള്ള ജനസംഖ്യ എത്രയാണ്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ആൻസർ നോക്കുന്നതിന് മുന്നേ ഒരു നിശ്ചിത സംഖ്യ 6% നിരക്കിൽ വർഷം തോറും വർദ്ധിക്കുന്നുവെങ്കിൽ ഒരു നിശ്ചിത സമയത്തിന് ശേഷമുള്ള വർധനവ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് നമുക്കറിയാം കൂട്ടുപലിശയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സെയിം ഇക്വേഷൻ. പി ഇൻറ്റു 1 പ്ലസ് r/100 ഹോൾ റേസ് ടു n. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ പി എന്ന് പറയുന്നത് പി ഈക്വൽ ടു 10,000 ആണ്. ആർ എന്ന് പറയുന്നത് 10% അപ്പൊ നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. പി ഇൻറ്റു 10,000 ഇൻറ്റു 1 പ്ലസ് 10/100 n എന്ന് പറയുന്നത് 2 ആണ്. 2 വർഷം കഴിയുമ്പോഴുള്ളതാണ്. അപ്പൊ n ഈക്വൽ ടു 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 10,000 ഇൻറ്റു 110
ബൈ 100 ഇൻറ്റു 110 ബൈ 100. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ നമുക്ക് കിട്ടുന്നത് 12,100 ആയിരിക്കാം. അതായത് 11 ഇൻറ്റു 11 എന്ന് പറയുന്നത് 121 121 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 2 പൂജ്യം ആഡ് ചെയ്തു 12,100. സെയിം മോഡലുള്ള വേറൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു നഗരത്തിലെ ജനസംഖ്യ വർഷം തോറും 10% കൂടുന്നു. നിലവിൽ 10,000 പേരുണ്ടെങ്കിൽ 3 വർഷം കഴിയുമ്പോഴുള്ള ജനസംഖ്യ എത്രയാണ്? ഓപ്ഷൻ എ 13,310, ഓപ്ഷൻ ബി 3,133, ഓപ്ഷൻ സി 12,231, ഓപ്ഷൻ ഡി 11,133. ആൻസർ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. ഒരു നഗരത്തിലെ ജനസംഖ്യ വർഷം തോറും 10% കൂടുന്നു. നിലവിൽ 10,000 പേരുണ്ടെങ്കിൽ 3 വർഷം കഴിയുമ്പോഴുള്ള ജനസംഖ്യ എത്ര? ഇക്വേഷൻ നമുക്കറിയാം. P ഇൻറ്റു 1 പ്ലസ് R/100 ഹോൾ റേസ് ടു N. P ഈക്വൽ ടു 10,000, R ഈക്വൽ ടു 10%, N ഈക്വൽ ടു 3 വർഷം. നമ്മൾ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 10,000 ഇൻറ്റു 1 പ്ലസ് 10/100 ഹോൾ റേസ് ടു N. N ഈക്വൽ ടു 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 10,000 ഇൻറ്റു 110/100 ഇൻറ്റു 110/100 ഇൻറ്റു 110/100. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പം നമുക്ക് വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളയാം. താഴത്തെ 3 പൂജ്യം ഈ 10,000 നിന്ന് വെട്ടിക്കളഞ്ഞു. 10 ഇൻറ്റു 11 ഇൻറ്റു 11 ഇൻറ്റു 11. ദാറ്റ് ഈസ് ഈക്വൽ ടു 13,310. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. എന്തായാലും ചെയ്തു നോക്കുക. ഈ മോഡൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പേഴ്സൻറ്റേജിൻ്റെ ഭാഗത്തുനിന്നും 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെയും കാണുക, പാർട്ട് 1ഉം കാണുക, ഇതും കാണുക. 14 മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ഭാഗം മനസ്സിലായില്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.